ഓക്കെ, ക്ലാസ്സിലേക്ക് കിടക്കാം. 8:30 ആയി. സെക്കൻഡ് യൂണിറ്റ് അല്ലേ എത്തിയത്? ഐസോകോൺസ് ഇന്നലെ എടുത്തു എന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ഇൻക്ലൂഡ് ഐസോകോൺ. ഐ തിങ്ക് നമ്മൾ ഓവറായി. ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, മാനുവൽ നീറ്റ് പറഞ്ഞു, MRT പറഞ്ഞു. ഐസോകോസ്റ്റ് ലൈൻസ് ആണ് ഇനി എടുക്കാനുള്ളത്. എന്താണ് ഐസോകോസ്റ്റ് ലൈൻ? ഐസോകോസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ കോസ്റ്റ് ഉള്ള നമ്മുടെ കമ്മോഡിറ്റി ഏതായാലും അതിന്റെ കോസ്റ്റ് സിമിലർ ആയിരിക്കും. അങ്ങനെയുള്ളത് നമ്മൾ ആ കമ്മോഡിറ്റിയെ തമ്മിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഐസോകോസ്റ്റ് ലൈൻസ് എന്ന് പറയുന്നത്. If a firm uses only labor and capital, the total cost or expenditure of the firm can be represented by C. അതായത് ഇപ്പൊ നമ്മൾ ഐസോകോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണെന്ന് മനസ്സിൽ വെക്കുക. സെയിം കോസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ സെയിം കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ സെയിം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലേബറും ക്യാപിറ്റലും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L പ്ലസ് C. സി ക്യാപിറ്റൽ, സി എടുക്കാം, കെ എടുക്കാം. ഇവിടെ കെ ആണ് എടുത്തിരിക്കുന്നത്, കാരണം സി കോസ്റ്റ് എടുക്കുന്നത് കൊണ്ടാണ് കെ എന്ന് എഴുതിയത്, ഒന്ന് ഡിഫറൻസ് അറിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ പറയുന്ന L എന്ന് പറയുന്നത് ലേബറും കെ എന്ന് പറയുന്നത് ക്യാപിറ്റലും ആണ്. സി എന്ന് പറയുന്നത് കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ L പ്ലസ് കെ. ഓക്കെ, അപ്പൊ നമ്മള്
ഈ എല്ലിനെ വേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് ലേബറിന് നമ്മൾ എങ്ങനെയാണ് കോസ്റ്റ് കണക്കാക്കുക? ലേബറിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ലേബറിനെ വാങ്ങിക്കുകയാണ്. അതായത് സാലറി കൊടുത്തിട്ടാണ് ലേബറിനെ വാങ്ങിക്കുന്നത്. ആ സാലറിയാണ് നമ്മൾ വേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എൽ എന്തായി മാറും? വേജ് ഇൻറ്റു ലേബർ. ഇപ്പൊ ലേബേഴ്സ് 5 പേരുണ്ട്, ഓരോരുത്തർക്കും ഉള്ള വേജ് 1000 ആണെങ്കിൽ 1000 ഇൻറ്റു 5, ക്ലിയർ, 1000 ഇൻറ്റു 5, അതാണ് WL എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത്. പ്ലസ് ആർ കെ അല്ലെ. ആർ എന്ന് പറയുന്നത് റെന്റൽ പ്രൈസ് ഓഫ് ക്യാപിറ്റൽ ആണ്. അതായത് ക്യാപിറ്റൽ നമ്മൾ വേണമെങ്കിൽ ഓരോരുത്തരായിട്ട് കൊടുക്കും അല്ലെ. എന്തായിട്ട് കൊടുക്കും? അതായത് ഇപ്പോ ഓരോരുത്തരും അവരവരുടെ പോർഷൻ ഇടും അല്ലെ. അങ്ങനെ ഇൻസെന്റീവ് ആവാം, അല്ലെങ്കിൽ ഓരോരുത്തരുടെ പെർസെന്റേജ് ഓഫ് ക്യാപിറ്റൽ പാർട്ടീഷൻ ആയിട്ട് കൊടുക്കുന്നത് ഉണ്ടാവാം. അപ്പൊ അതിനെയാണ് നമ്മൾ റെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ആർ ഇൻറ്റു കെ ആണ്. ക്യാപിറ്റൽ എത്രയാണ്? ക്യാപിറ്റൽ ഇപ്പൊ 5 lakhs ആണെങ്കിൽ ഒരാളുടെ പാർട്ടീഷൻ അല്ലെങ്കിൽ ഒരാളുടെ പോർഷൻ ഇപ്പൊ 6000 ആണെങ്കിൽ 6000 ഇൻറ്റു 5 lakhs, അതാണ് ക്യാപിറ്റലിന്റെ ടോട്ടൽ വാല്യൂ. ക്ലിയർ? അപ്പൊ ഇതാണ് അപ്പൊ ലേബർ എങ്ങനെയാ കണ്ടുപിടിക്കുക? കോസ്റ്റ് ഓഫ് ദ അതായത് ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു wage of labor WL പ്ലസ് ആർ കെ. ഇതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റിന്റെ. അപ്പൊ ഐസോ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് ആലോചിച്ച് വെക്കുക. എന്നിട്ട് ക്യാപിറ്റലും ലേബറും കൂടി നമ്മൾ ഒരു ഡയഗ്രാം അല്ലെങ്കിൽ ഒരു ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് എ ലീനിയർ ലൈൻ. ലീനിയർ ലൈൻ എന്ന് പറഞ്ഞാൽ വിച്ച് ടച്ചസ് ഈച്ച് ആൻഡ് എവറി പോയിന്റ് ടച്ചസ് ദ സിമിലർ പോയിന്റ്, ദാറ്റ് ഈസ് കോൾഡ് ഐസോ കോസ്റ്റ്. അവർ ടച്ച് ചെയ്യുന്ന ഓരോ പോയിന്റിനെ പറയുന്ന പേരാണ് ഐസോ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഒരു പ്രോബ്ലം ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് പഠിച്ചു വെക്കുക. ഇനി ക്യാപിറ്റൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ക്യാപിറ്റൽ ഡിറൈവ് ചെയ്യാൻ പറ്റും. അതായത് C ഈസ് ഈക്വൽ ടു WL പ്ലസ് ആർ കെ. ഞാൻ പറയുന്നൊന്ന് വെച്ചു. C ഈസ് ഈക്വൽ ടു WL പ്ലസ് ആർ. ഇത് നമ്മൾ K കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ഇവിടെ ഉണ്ട്. അപ്പൊ എങ്ങനെ വരും? ആർ കെ നമ്മൾ അവിടെ നിർത്തി. അപ്പൊ ആർ കെ ഈസ് ഈക്വൽ ടു WL മൈനസ് സി. ഇനി കെ അവിടെ നിർത്തി, ആർ ഇങ്ങോട്ട് എടുത്തു. അപ്പൊ WL മൈനസ് സി ബൈ ആർ. ഇതാണ് ആക്ച്വലി ഇത്. അപ്പൊ ആ WL ആ സിയെ നമ്മള് എക്സ് ബൈ എൽ എന്ന് എക്സ് ബൈ പി എന്ന് കൊടുത്തിരിക്കുന്നു. എക്സ് എന്ന് പറയുന്നത് എന്താണ്? കമോഡിറ്റി ആണ്. കമോഡിറ്റി ഡിവൈഡഡ് ബൈ പ്രൈസ്. അപ്പോൾ കമോഡിറ്റി ഡിവൈഡഡ് ബൈ പ്രൈസ് മൈനസ് W ബൈ ആർ എൽ. ഇതാണ് എന്തിന്റെ വാല്യൂ? ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ. ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി അടുത്തത് ഒപ്റ്റിമൽ ഫാക്ടർ കോമ്പിനേഷൻസ്. ഒപ്റ്റിമൽ ഫാക്ടർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ആ പാരഗ്രാഫ് നോക്കുക. ദ തിയറി ഓഫ് പ്രൊഡക്ഷൻ മേ ബി വ്യൂഡ് ഫ്രം 2 angles which are dual to each other. A firm may decide to produce a particular level of output and then attempt to minimize the cost of total inputs, or it may attempt to maximize its output subject to cost constraint. അതായത് ഇത് രണ്ട് രീതിയിൽ നമ്മൾ ഒരു പ്രൊഡക്ഷന്റെ കോസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഏതൊക്കെ രീതിയിലാണ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഒരു പെർട്ടിക്കുലർ ലെവൽ ഔട്ട്പുട്ട്, ഇപ്പൊ നമ്മൾ കമ്പനിക്ക് ടാർഗറ്റ് കൊടുക്കുന്നത് പോലെ, അപ്പൊ ഈ ഔട്ട്പുട്ട് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫേമിന് പ്രൊഡ്യൂസ് ചെയ്യാം. ഈ ഔട്ട്പുട്ട് ഇത്രയും കമോഡിറ്റി നമ്മൾ സെയിൽ ചെയ്തിരിക്കണം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം? ഫേമിന് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഔട്ട്പുട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നു. അതായത് ഔട്ട്പുട്ട് ഇപ്പൊ മിനിമൈസ് ആണ് കിടക്കുന്നത്, മാക്സിമൈസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മാക്സിമം അറ്റംപ്റ്റ് ചെയ്യുന്നു. എന്തിനെ മറികടന്ന്? കോസ്റ്റ് കൺസ്ട്രെയിൻസിനെ മറികടന്ന്. അപ്പൊ ഇതിൽ രണ്ട് രീതി എങ്ങനെയാണെന്ന് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ, ഒന്നുകിൽ ടാർഗറ്റ് കൊടുത്തിട്ട് നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാം. ഓക്കെ, അല്ലെങ്കിൽ മിനിമൈസ് ചെയ്ത പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ചിട്ട്, അതായത് നമ്മൾ സാധാരണ ഇപ്പോ കമോഡിറ്റി ഉണ്ടാക്കാൻ ഒരു 5000 രൂപയാണ് ഉണ്ടാക്കാന്നുള്ളതെങ്കിലും നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അത് 4000 രൂപയ്ക്ക് സെയിൽ ചെയ്യുക. ആ കോസ്റ്റ് കൺസ്ട്രെയിൻ നോക്കാതെ പ്രൊഡക്ഷൻ കൂട്ടുന്നതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ രണ്ട് രീതിയിൽ ലോ ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആസ് പെർ ലോ ഓഫ് പ്രൊഡക്ഷൻ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിൽ രണ്ട് ആക്സിസ് ഉണ്ട്, എക്സ് ആക്സിസും വൈ ആക്സിസും. എക്സ് ആക്സിസിൽ ഒരു കമോഡിറ്റി എക്സിന്റെ ഇൻപുട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. എത്ര രൂപ കമോഡിറ്റി എക്സ് ഉണ്ടാക്കാൻ വേണ്ടി ചെലവാക്കി, അതാണ് ഇൻപുട്ട് എക്സ്. അടുത്ത ഇൻപുട്ട് വൈയില് എത്ര രൂപ കമോഡിറ്റി വൈ ഉണ്ടാക്കുന്നതിന് വേണ്ടി കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്.
അപ്പൊ ഇതില് രണ്ടിന്റെയും കോമ്പിനേഷൻ വരുന്നുണ്ട്. ഇതിൽ എവിടെയാണ് എക്സിന്റെയും വൈന്റെയും കോമ്പിനേഷൻ വരുന്നത്? ഒ എ എന്ന് പറഞ്ഞ പൊസിഷനില്, ഒ എ എന്ന് പറഞ്ഞ പൊസിഷനിലും ഒ ബി എന്ന് പറഞ്ഞ പൊസിഷനിലും ഇത് രണ്ടും തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട്. രണ്ടുപേർക്കും സിമിലർ വാല്യൂസ് വരുന്നതിനുള്ള പോയിന്റ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ അതായത് ഒ എയും ഒ ബിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻ എടുക്കുക, എ ബി എന്ന് പറഞ്ഞ ലൈൻ. അതിന്റെ സ്ലോപ്പ് കാണാം. അതിന്റെ സ്ലോപ്പ് ആണ് ദ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ഓഫ് ഐസോ കോസ്റ്റ്. ഇതിൽ പറയുന്ന ഐസോ കോസ്റ്റിന്റെ സ്ലോപ്പ് ആണ് നമ്മൾ ആ ബോക്സ് വരച്ചിരിക്കുന്നത് കണ്ടോ, y1 e x1 എന്ന് പറഞ്ഞ ആ ലൈന്, y1 e x1 എന്ന് പറഞ്ഞ ലൈന്. അതാണ് നമ്മൾ സ്ലോപ്പ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ആ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഒ എ ബൈ ഒ ബി. ഒ എ എന്ന് പറയുന്നത് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പ്രൈസ്, അതുപോലെ ഒ ബി എന്ന് പറയുന്നത് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് എക്സ്. അപ്പൊ കോസ്റ്റ് ഡിവൈഡഡ് ബൈ പ്രൈസ് എന്ന് പറയുമ്പോൾ ഒ എ എന്ന് പറയുന്ന അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? വൈയുടെ പ്രൈസ് അല്ലേ കൊടുക്കണ്ടേ? അപ്പൊ കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് വൈ ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് വൈ. അതേപോലെ കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് എക്സ് ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് എക്സ്. ഇത് രണ്ടും അങ്ങനെ കൊടുത്തു. ഇനി എ ബി എന്ന് വെച്ചാൽ എന്താ? എ ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എ ബി എന്ന് പറഞ്ഞ ലൈൻ ഈസ് ഈക്വൽ ടു അതിന്റെ സ്ലോപ്പ് ആയിരിക്കും അല്ലെ, ഒ എ ബൈ ഒ ബി. അപ്പൊ നമ്മൾ പ്രൈസ് ഓഫ് എക്സ് ബൈ പ്രൈസ് ഓഫ് വൈ ദാറ്റ് ഈസ് ഈക്വൽ. ആ കോസ്റ്റും ക്യാൻസൽ ആയതാണ് അവിടെ പ്രൈസ് ഓഫ് എക്സ് ബൈ പ്രൈസ് ഓഫ് വൈ വരാനുള്ള കാരണം ഉണ്ടായത്. അപ്പൊ അതിന് നമുക്ക് കിട്ടിയ റേഷ്യോ എന്താണ്? പി എക്സ് ബൈ പി വൈ എന്നാണ്. ഇത് മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. ഈ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന് നിങ്ങൾക്ക് എന്താ മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ പറയേണ്ടത് കോസ്റ്റ്, ഐസോ കോസ്റ്റ് എന്ന് പറയുന്നത് സിമിലർ പ്രൈസസ് ആയിരിക്കും. അതാണ് പി എക്സ് ബൈ പി വൈ വന്നത്. ഓക്കെ, അതാണ് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ നിങ്ങൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ഓൺ, അതായത് ഞാൻ പറഞ്ഞു തന്നു, അത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതുക. അതല്ലെങ്കിൽ ഇക്വേഷൻ എങ്കിലും മെൻഷൻ ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇക്വിലിബ്രിയം ഓഫ് മൾട്ടി പ്രൊഡക്റ്റ് പ്രൊഡ്യൂസർ. അതായത് നമ്മൾ ഇനി ഇക്വിലിബ്രിയത്തിൽ എത്തുകയാണ്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര പ്രൊഡക്റ്റ് ഉണ്ടാക്കിയോ അത്രയും പ്രൊഡക്റ്റ് തന്നെ സെയിൽ ആവുന്നു. അതേപോലെ തന്നെ വീണ്ടും നമ്മൾ അത്രയും പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ ദ പ്രൊഡക്റ്റ് വി പ്രൊഡ്യൂസ്ഡ് വിൽ ബി ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് വി സെയിൽഡ്. ആ പോയിന്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയാം. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് മുഴുവൻ സെയിൽ ആവുന്ന ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയാം. അപ്പൊ ഈ ഇക്വിലിബ്രിയം മൾട്ടി പ്രൊഡക്റ്റ് പ്രൊഡ്യൂസർ ആണെങ്കിൽ, ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരാളുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയം വരുന്നതെന്നാണ് ഇനി പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ ഫേം ടുഡേ പ്രൊഡ്യൂസ് കോമ്പിനേഷൻ ഓഫ് പ്രൊഡക്റ്റ്, അറ്റ്ലീസ്റ്റ് മെയിൻ പ്രൊഡക്റ്റ് ആൻഡ് ഇറ്റ്സ് ബൈ പ്രൊഡക്റ്റ്. ഫോർ എക്സാമ്പിൾ, അപ്പൊ നമ്മൾ പറഞ്ഞു നേരത്തെ ആക്സസറി പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഒരു കമോഡിറ്റിക്ക് ആ കമോഡിറ്റിയുടെ തന്നെ ആക്സസറി പ്രൊഡക്റ്റും ഉണ്ട്, ബൈ പ്രൊഡക്റ്റും ഉണ്ട്. ബൈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആ കമോഡിറ്റി കൊണ്ട് ഉണ്ടാക്കാവുന്ന അടുത്ത പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ട്രാൻസ്ഫോർമേഷൻ, അപ്പൊ ഇതിൽ നോക്കുക, എഫ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേറ്റീവ് പോസിബിലിറ്റി ഫംഗ്ഷൻ ആണ്. അതായത് ഒരു പ്രൊഡക്റ്റ് വേറൊരു പ്രൊഡക്റ്റ് ആവാനുള്ള ചാൻസ് ഉള്ള ഫംഗ്ഷൻ, അതിനെയാണ് നമ്മൾ എഫ് എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ട് കമോഡിറ്റി ഉണ്ട്, അത് Q1 Q2 ആണ്. അപ്പൊ എഫ് എന്ന് പറയുന്നത് എഫ് ഫംഗ്ഷൻ ഓഫ് Q1 Q2 ആണ്. അതായത് Q1 ഉം Q2 ഉം കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മൾ എഫ് എന്ന് പറയുന്ന ഫാക്ടർ, ട്രാൻസ്ഫോർമേഷൻ പോസിബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ഇത് നിങ്ങൾ ആ ഗ്രാഫ് പഠിച്ചു വെച്ചാൽ മതി. ഇതിൽ മാത്തമാറ്റിക്കൽ ഒന്നും വരില്ല. ഇത് ആക്ച്വലി ഇത് വരുന്നത് ഇക്വേഷൻ ആയിട്ട് അല്ല വരിക, പ്രോബ്ലം ആയിട്ടേ വരുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അത് പഠിച്ചു വെക്കേണ്ട. എന്താണ് ഇക്വിലിബ്രിയം എന്ന് പഠിച്ചു വെക്കുക. അതിന്റെ ഫംഗ്ഷൻ എന്താ, എഫ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് Q1, Q2, അത് പഠിക്കുക. അത്രയും പഠിച്ചാൽ മതി. അടുത്തത് എക്സ്പാൻഷൻ പാത്ത്. എക്സ്പാൻഷൻ പാത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് ഞാൻ എക്സ്പാൻഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് എക്സ്പാൻഡ് ചെയ്യാം അല്ലെങ്കിൽ കൺട്രാക്ട് ചെയ്യാം. എന്ത്? ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൊഡക്ഷൻ ഓർ ഇലാസ്റ്റിസിറ്റി ഓഫ് കമോഡിറ്റി കൂടാം കുറയാം എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ ഫേമിന്റെ പാത്തും ഫേമിന്റെ വേണ്ടിയിട്ടുള്ള പാത്തിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, ഇതിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങള്, ഒരു ഇക്വേഷൻ ഉണ്ട് എക്സ്പാൻഷൻ പാത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, മാർജിനൽ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് ഈ പറയുന്ന MPL എന്ന് പറയുന്നത്. MPL is equal to
എം എന്ന് പറയുന്നത് മാർജിനൽ പാത്ത് ആണ്. മാർജിനൽ പാത്ത്, മാർജിനൽ എക്സ്പാൻഷൻ പാത്ത്. മാർജിനൽ എന്ന് പറഞ്ഞാൽ എന്താ? മാർക്കറ്റ് വാല്യൂ ആണ്. ഓക്കെ, മാർക്കറ്റ് വാല്യൂ ഓഫ് ദ കമോഡിറ്റി ആണ് നമ്മൾ മാർജിനൽ പാത്ത് എന്ന് പറയുന്നത്. അപ്പൊ മാർജിനൽ പാത്ത് ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി എൽ ആണ്. ഓക്കെ, ഡി ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ഡി എൽ എന്ന് പറഞ്ഞ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലേബർ. അപ്പൊ ഡി ക്യൂ ബൈ ഡി എൽ. അതേപോലെ തന്നെ ഇൻ ദ ടേംസ് ഓഫ് ക്യാപിറ്റൽ ആണ് ഡി ക്യൂ ബൈ ഡി കെ. അത് രണ്ടും പഠിച്ചിരിക്കുക. ബാക്കി കെ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ആർ ഇൻറ്റു എൽ. ക്യാപിറ്റൽ ആണ് കെ. കെ എന്ന് പറയുന്നത് നമ്മളുടെ ഫേമിലേക്ക് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ക്യാഷ്, അതാണ് ക്യാപിറ്റൽ. ഓക്കെ, ഡബ്ല്യു എന്ന് പറയുന്നത് വേജ് ഓഫ് ദ ലേബർ. പിന്നെ ഡബ്ല്യു എൽ ആണ് വേജ് ഓഫ് ദ ലേബർ. ഡബ്ല്യു മാത്രം ആവുമ്പോൾ അത് വെറും വേജ് ആവും. റെന്റ് ഓഫ് ദ ക്യാപിറ്റൽ ആണ് ആർ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ഇത് ഓരോ ഇക്വേഷൻ എഴുതുമ്പോഴും അതിലെ ടേംസ് എന്താണെന്നുള്ളത് വൃത്തിയായിട്ട് എഴുതിയിരിക്കണം. ഇക്വേഷൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ഇൻപുട്ട് പ്രൈസസിൽ എങ്ങനെയൊക്കെ രീതിയിലാണ് ചേഞ്ചസ് വരുന്നത് എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇഫ് പ്രൈസ് ഓഫ് വൺ ഇൻപുട്ട്, സേ അതിപ്പോ ഇൻപുട്ട് എന്തൊക്കെ ആവാം? ലേബർ ആവാം, അതുപോലെ തന്നെ ക്യാപിറ്റൽ ആവാം, പിന്നെന്താണ് എഫേർട്ട് ആവാം, നമ്മുടെ സ്കിൽ ആവാം. എന്തെങ്കിലും ഒരു ഇൻപുട്ട് നമ്മൾ അതിലേക്ക് ഇട്ടു. അത് ഇൻക്രീസ് ചെയ്യാണെന്ന് വിചാരിക്കാം. ഇഫ് ദ പ്രൈസ് ഓഫ് വൺ ഇൻപുട്ട്, വെദർ ഇറ്റ് ഈസ് ആൻ എഫേർട്ട് ആണെങ്കിൽ പോലും അതിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഈ ഇൻപുട്ട് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ക്യാപിറ്റൽ, വായിക്കുമ്പോൾ മനസ്സിലാവും. If the price of one input, say labor, increases, the firm will adjust the input mix by substituting for labor. If the price of the labor declines, thus making labor relatively less expensive, labor will be substituted for capital. In general, if the relative prices of input change, managers will respond by substituting the input that has become relatively less expensive for the input that has become relatively more expensive. അതായത് നമ്മളിപ്പോ ഒരു ലേബർ ഇട്ടു, ആ ലേബറിന്റെ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യണം. ലേബറിന് വേണ്ടി കൊടുക്കുന്ന സാലറിയും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്താണ് സംഭവിക്കുക? ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളിപ്പോ ലേബറിന് കൂടുതലായിട്ട് ലേബറിന്റെ പ്രൈസ് ആണ് നമ്മൾ മാറ്റിയതെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ലേബർ, ഇപ്പൊ ഒരു ലേബർ എന്ന് ഞാൻ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു കമ്പനിക്ക് ഒരു എംപ്ലോയിയെ അപ്പോയിന്റ് ചെയ്തു. ആ എംപ്ലോയിക്ക് വേണ്ട ട്രെയിനിങ് കൊടുത്തു. അതാണ് നമ്മൾ പ്രൈസ് കൂടുതൽ കൊടുത്തു എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഈ ലേബർ കറക്റ്റ് ടൈമിൽ നമുക്ക് കാര്യങ്ങൾ നടത്തിയില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ ക്യാപിറ്റലും കൂടിയാണ് നമ്മൾ അതിൽ ഇൻപുട്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു മെഷീൻ വാങ്ങി. ഒരു മെഷീൻ 5000 രൂപയ്ക്ക് വാങ്ങി. ഈ 5000 രൂപയ്ക്ക് വാങ്ങേണ്ട മെഷീൻ നമ്മൾ കുറച്ചും കൂടി എഫിഷ്യൻസി നോക്കിയിട്ട് ഒരു 10,000 രൂപയ്ക്കാണ് വാങ്ങിയത്. അപ്പൊ ഈ 10,000 നമ്മൾ എവിടെ നിന്ന് എടുത്തത്? ക്യാപിറ്റൽ, കമ്പനി തുടങ്ങാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ഇൻപുട്ട് ക്യാപിറ്റലിനാണ് നമ്മൾ എടുത്തത്. അപ്പൊ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്തായിരിക്കണം? ഈ 6000 രൂപയേക്കാൾ കൂടുതലായിരിക്കും. ഇല്ലെങ്കിൽ അത് മോർ എക്സ്പെൻസീവ് ആവും. ഇനി 6000 രൂപയേക്കാൾ കുറവാണെങ്കിൽ ലെസ് എക്സ്പെൻസീവ് ആവും. ക്ലിയർ? ഇതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ദ ഐസോകോസ്റ്റ് ഫ്രെയിംവർക്ക് ക്യാൻ ബി യൂസ്ഡ്. ഇപ്പൊ ഇതിലെ പ്രിൻസിപ്പിൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഐസോകോണ്ടും ഐസോകോസ്റ്റും ഉപയോഗിക്കാം. അത് നിങ്ങൾ വേണമെങ്കിൽ എഴുതിയാൽ മതി. അതിനൊരു എക്സാമ്പിൾ ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. Let us suppose the firm is currently operating a point A where 100 units of output are produced using the resource combination K is equal to 10. അത് നമ്മൾ ആ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇത് കിട്ടും. അതാണ് അവർ പറയുന്നത്. അതൊരു ഇക്വേഷൻ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ആ ഇക്വേഷൻ ആണ് K is equal to W by RL എന്ന് പറഞ്ഞ അതിൽ ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ കിട്ടും. അപ്പൊ ആ ക്യാപിറ്റൽ ഇൻക്രീസ്ഡ് ആണോ ഡിക്രീസ്ഡ് ആണോ? ഞാൻ നേരത്തെ പറഞ്ഞ ആ മെഷീന്റെ എക്സാമ്പിൾ ഓർത്ത് വെക്കുക. അതാണ് ഇതിൽ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ആ മുകളിലത്തെ പാരഗ്രാഫ് ആണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇനി അടുത്തത് റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻപുട്ട്. ഇനി നമ്മൾ കൊടുക്കുന്ന ക്യാപിറ്റൽ ഇൻപുട്ടിന്റെ റേറ്റ് അതെങ്ങനെയാണ് ചേഞ്ച് ആവുന്നതെന്നാണ് ഇനി പറയുന്നത്. അപ്പൊ പ്രൈസ് എങ്ങനെയാണ് ചേഞ്ച് ആവുന്നതെന്ന് മനസ്സിലായില്ലേ? ഈ ക്യാപിറ്റൽ എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്? If the price of the labor falls while the price of the capital remain unchanged, labor has become relatively less expensive. The isocost curve pivots to the right form. അതായത് ഇതിലെന്താ പറയുന്നത്? ഇപ്പൊ നമ്മളൊരു മെഷീൻ 6000 രൂപ വാങ്ങിച്ചു എന്നിരിക്കട്ടെ. ക്യാപിറ്റൽ ക്യാപിറ്റൽ കൂടാനോ ക്യാപിറ്റൽ കുറയാനോ കാരണമാവുന്നില്ല. ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ ഒരു ചെറിയ പെർസെന്റേജ് എടുത്തേ ഉള്ളൂ.
പക്ഷെ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. അതുകൊണ്ട് പ്രൈസ്, നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഉണ്ടാക്കുന്ന കുറയുകയും ചെയ്യാം, കൂടുകയും ചെയ്യാം എന്നാണ് പറഞ്ഞത്. അത് നമ്മുടെ പ്രോഫിറ്റിൽ പെടും, അതൊരിക്കലും ക്യാപിറ്റലിൽ പെടില്ല. ക്യാപിറ്റലിൽ എടുക്കുന്ന ക്യാഷ് ക്യാപിറ്റലിനെ ബാധിക്കുന്നില്ല. ക്യാപിറ്റൽ എന്തായാലും ഇതിനും കൂടി ചെലവഴിക്കുന്നതായിട്ടായിരിക്കും കാണിക്കുക. ഇതൊന്നും അക്കൗണ്ട്സ് എടുത്ത ആൾക്കാർക്ക് കൂടുതൽ മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത റിട്ടേൺസ് ടു സ്കെയിൽ. തിരിച്ചെന്ത് ചെയ്യണം? നമുക്ക് പ്രോഫിറ്റ് കിട്ടണം, ഔട്ട്പുട്ട് കിട്ടണം. അതാണ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. Okay. The behavior of output is studied when all factors of production are changed in the same direction and proportion. Return scale പ്രൊഡക്ഷന്റെ ഓരോ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് സ്റ്റഡി ചെയ്യുക. അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? നമ്മൾ 11 രൂപ കിട്ടാൻ വേണ്ടി. അതാണ് റിട്ടേൺ ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഇൻക്രീസിങ് റിട്ടേൺ ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഔട്ട്പുട്ട്, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ടിനനുസരിച്ച് കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻക്രീസിങ് റിട്ടേൺ ഓഫ് സ്കെയിൽ എന്ന് പറയും. അതായത് നമ്മൾ ഇൻപുട്ട് 5 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് 5 രൂപ കൊടുത്തതിനനുസരിച്ചിട്ട് നമുക്ക് 10 രൂപ തിരിച്ചു കിട്ടുന്നു. അതിനെയാണ് ഇൻക്രീസിങ് റിട്ടേൺ ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. അടുത്ത കോൺസെപ്റ്റ് ആണ് ഒരേ, അതായത് നമ്മൾ കൊടുത്ത ഇൻപുട്ടിന് ഈ മാസം 10 രൂപ കിട്ടിയത്, അടുത്ത മാസം 10 രൂപയാണ് കിട്ടുന്നത്. അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രശ്നമാണ്. യെസ്, ഹലോ, മ്യൂട്ട് അല്ലേ? ആ മാം, ക്ലിയർ ആവുന്നില്ല, ഇടയ്ക്ക് കട്ട് ആവുന്നുണ്ട്. ആണോ? ഹലോ, ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? യെസ് മാം. ഓക്കെ, ക്ലിയർ ആണല്ലേ? ആ റേറ്റ് ഓഫ് ക്യാപിറ്റലിലോട്ട് ഒന്ന് പറയാമോ? അതൊട്ടൊന്നും ക്ലിയർ ആയില്ല. ഓക്കെ, റേറ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലേ? ഓക്കെ, റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻപുട്ട്. റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പ്രൈസ് ഓഫ്, അത് മനസ്സിലായല്ലോ, ഇൻപുട്ട് പ്രൈസ് ക്യാപിറ്റലിനെ നമ്മൾ ബാധിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ക്യാപിറ്റൽ ഇപ്പൊ 5 lakhs അല്ലെങ്കിൽ 10 lakhs നമ്മൾ ഓൾറെഡി കൊടുക്കണമെന്ന് തീരുമാനിച്ചു എന്നിരിക്കട്ടെ. അതിലെന്തുണ്ട്? എക്സ്പെൻസ് ഓൾറെഡി ഉണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ആ ക്യാപിറ്റലിനെ ഈ ഒരു 5000 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു എന്നുള്ളത് ഒരിക്കലും ബാധിക്കില്ല. അതാണ് റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻപുട്ട് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻപുട്ട് ഡസ് നോട്ട് ചേഞ്ച് ആസ് വെൽ. അതൊരിക്കലും ഉണ്ടാവില്ല, ചേഞ്ച് ആവില്ല. അതാണ് പറയുന്നത്. ഇനി റിട്ടേൺസ് ടു സ്കെയിലിൽ പറഞ്ഞത് നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു. ഒന്ന് ഇൻക്രീസിങ് റിട്ടേൺ ഓഫ് സ്കെയിൽ. നമ്മൾ കൊടുക്കുന്ന ക്യാഷ് എന്തിനുള്ളതാണ്? നമുക്ക് കൂടുതലായിട്ട് പ്രോഫിറ്റ് കിട്ടണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ക്യാഷിനനുസരിച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ട് കൂടുതലായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻക്രീസിങ് ROI എന്ന് പറയും. റിട്ടേൺ ഓൺ ROIs അല്ലെങ്കിൽ ROI സംവേർസ്. അപ്പൊ ഇൻക്രീസിങ് റിട്ടേൺ ഓഫ് സ്കെയിൽ എന്ന് പറയും. ഓക്കെ, അടുത്തതുപോലെ കോൺസ്റ്റന്റ് റിട്ടേൺ ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം നമുക്ക് 10 രൂപയാണ് പ്രോഫിറ്റ് കിട്ടിയതെങ്കിൽ അടുത്ത മാസവും നമുക്ക് 10 രൂപയാണ് കിട്ടുന്നത്. അങ്ങനെ ഒരു 6 months എബോ നമുക്ക് 10 രൂപ തന്നെയാണ് കോൺസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് കോൺസ്റ്റന്റ് റിട്ടേൺ ഓഫ് സ്കെയിൽ എന്ന്. അതേപോലെ ഡിക്രീസിങ് എന്തായിരിക്കും? നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് പ്രപ്പോർഷനനുസരിച്ചിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിക്രീസിങ് റിട്ടേൺ ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദ ജനറൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ആർ ഡബിൾഡ് ആൻഡ് ഔട്ട്പുട്ട് ഇൻക്രീസസ് ബൈ മോർ ദാൻ 2 times, then the situation is solved. അതായത് നമ്മൾ ഇൻപുട്ട് കൂടുതലായിട്ട് കൊടുത്തു, ലേബറിന്റെ അളവ്, അപ്പൊ നമ്മൾക്കത് ഊഹിക്കാവുന്നതാണ്. നമ്മൾ ലേബർ കൂടുതലായിട്ട് കൊടുക്കുക, നമ്മുടെ ഇൻഫർമേഷൻ കൂടുതലായിട്ട് കൊടുക്കുക, അപ്പൊ നമ്മൾ എന്ത് സംഭവിക്കും? നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും ഓട്ടോമാറ്റിക്കലി കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അതാണ് അതിൽ പറയുന്നത്. അപ്പൊ ജനറലി നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ Q എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്.
Q is equal to F of LK എന്നാണ്, അതായത് ഫംഗ്ഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. അപ്പൊ ക്വാണ്ടിറ്റി ആണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, കമോഡിറ്റിയുടെ ക്വാണ്ടിറ്റി ആണ് Q. അപ്പോൾ അതിന്റെ ലേബർ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ലേബർ കോമ ക്യാപിറ്റൽ. അത് പഠിച്ചിരിക്കുക. ലേബറും ക്യാപിറ്റൽ എന്തൊക്കെയാണെന്ന് അറിയാലോ. ഓക്കെ, ഇഫ് ക്യാപിറ്റൽ K അതുപോലെ ലേബർ L ഇസ് മൾട്ടിപ്ലൈഡ് വിത്ത് ബൈ H. H എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നപ്പോ ഞാൻ ഒരു 10 എന്ന് കൊടുക്കും, 10 അല്ലെങ്കിൽ ഒരു 20, ആ എച്ചിന്റെ വാല്യൂവിന് ഞാൻ കൊടുത്താണ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്ര പെർസെന്റേജ് ആയിരിക്കും? അത് ലാംഡ ആയിരിക്കും. ആ ലാംഡ ബൈ ലാംഡ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? Q എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് കമോഡിറ്റി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ലേബർ ആൻഡ് K അല്ലെങ്കിൽ ക്യാപിറ്റൽ ആണ്. അപ്പൊ നമ്മൾ ലേബറിനെ ഇപ്പൊ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ക്യാപിറ്റലിനെ നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്നിരിക്കട്ടെ. അപ്പൊ നമുക്ക് ക്വാണ്ടിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ്ഡ് ആവും എന്നേ പറഞ്ഞുള്ളൂ. അപ്പൊ ഈ കോൺസ്റ്റന്റ് ആണ് H. Hന്റെ വാല്യൂ നമ്മൾ 2 ആണ് പറഞ്ഞെങ്കിൽ 2 ഇൻറ്റു ലേബർ, അതേപോലെ 2 ഇൻറ്റു ക്യാപിറ്റൽ. അപ്പൊ ലേബർ ഒരു 5ഉം ക്യാപിറ്റൽ ഒരു 2ഉം ആണെന്നിരിക്കട്ടെ. 2 ഇൻറ്റു ലേബർ 2 ഇൻറ്റു 5, 5 ഞാൻ പറഞ്ഞു ആണെന്ന് തോന്നുന്നു. 2 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 10. അപ്പോൾ ഈ 2 എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 10 എന്ന് പറയുന്നത് ലാംഡ ആയിരിക്കും. ക്ലിയർ? ഓക്കെ, ഐ തിങ്ക് ഐ എക്സ്പ്ലെയിൻ വെൽ. ഓക്കെ, ദെൻ ഇൻക്രീസിങ്, അതായത് നമ്മൾ ഇനി ഇൻക്രീസിങ് റിട്ടേൺ ഓഫ് സ്കെയില് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട്. അതായത് നമ്മൾ ലേബറും അതേപോലെ നമ്മൾ ക്യാപിറ്റലും എഫക്റ്റീവ് ആയിട്ട്, മെഷീനറി ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും എഫക്റ്റീവ് ആയിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ഫംഗ്ഷൻ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നടക്കുന്ന പ്രോസസ്സിംഗ് ഇല്ലേ, ആ ഓപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ നന്നായി നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ROS റിട്ടേൺ ഓൺ സ്കെയില് വളരെ നന്നായിട്ട് നടക്കുന്നതെന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് ഡിക്രീസിങ് ആയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷൻ സൈഡ് പോയിട്ട് നമ്മൾ നോക്കണം. ഓപ്പറേഷൻ സൈഡ് നന്നായി നടക്കുന്നില്ല എന്നാണ് അർത്ഥം. ഇപ്പൊ നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് സൈഡ് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ മാനേജറിയൽ എക്കണോമിക്സിന്റെ ഈ ഒരു ടേമിലെ ക്വാളിറ്റേറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് കിട്ടി, നമ്മുടെ കമോഡിറ്റി നല്ല സെയിൽസ് നടന്നില്ല. എവിടെയാണ് തെറ്റ്? ഇൻപുട്ട് പ്രോപ്പർ ആയിട്ട് കൊടുത്തു, ഓപ്പറേഷൻ പ്രോപ്പറായി നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള നമ്മൾ പ്രതീക്ഷിച്ച റിട്ടേൺ ഓൺ സ്കെയിൽ കിട്ടുന്നില്ല. അപ്പൊ അതെന്താണ്? ഡിക്രീസിങ് റിട്ടേൺ ഓൺ സ്കെയിൽ ആണ്. ഇതാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ഇതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ് മോളിൽ കൊടുത്തിരിക്കുന്ന Q ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് L, K. ഇത് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ കാരണം ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതായത് റിഡ്ജ് ലൈൻസ് എന്ന് പറയും. റിഡ്ജ് ലൈൻസ് ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ എന്നാലും പറയാം. ക്യാപിറ്റൽ ഇൻകം ലേബർ പോയിന്റ്സ് തമ്മിൽ ഇന്റർസെക്ഷൻ ഉണ്ടാവും. കണ്ടോ G എന്ന് പറഞ്ഞ ലൈനും ക്ലിയർ അല്ല. ഇപ്പൊ ക്ലിയർ ആയോ? ഇല്ല, വോയിസ് ബ്രേക്ക് ആവുന്നു. ഇല്ല, വോയിസ് ബ്രേക്ക് ആണ് മാം ഇപ്പോഴും. അതെ അതെ അതെ. റേഞ്ച് ക്ലിയർ ആവുന്നില്ല മാം. ഇല്ല മാം, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, വോയിസ് ബ്രേക്ക് ആവുന്നു. നോക്കണം. എന്താ മാം ക്ലിയർ ആവുന്നില്ല പറയുന്നത്? ഒരു ചേഞ്ചും ഇല്ല, എപ്പോഴും അങ്ങനെ തന്നെയാണ്.
ഹലോ, മാം. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. തോന്നുന്നു എന്റെ സിസ്റ്റം കുറെ നേരം ആയപ്പോ ഹാങ് ആയതാവാം. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഉണ്ട് മാഡം. ഓക്കെ, അപ്പൊ കണ്ടിന്യൂ ചെയ്തെടുക്കാം അല്ലെ? ഓക്കെ, ഞാൻ ഡോക്യുമെന്റ് ഷെയർ ചെയ്തു. ഓക്കെ, അപ്പൊ അതായത് നമ്മൾ എന്താണ് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഐ തിങ്ക് സോ. ക്യാപിറ്റൽ ഇൻപുട്ടും ലേബർ ഇൻപുട്ടും കൂടി നമ്മൾ ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ അതില് നമ്മൾക്ക് വരുന്ന രണ്ട് ലൈൻസ് ആണ് ജിയും എച്ചും. അപ്പൊ ഈ ജിയും എച്ചിലും കുറച്ച് ഐസോകോൺസും ഉണ്ടാവും, ഐസോകോസ്റ്റും ഉണ്ടാവും. ഈ ഐസോകോൺസും കോസ്റ്റും തമ്മിൽ നമ്മൾ വീണ്ടും ഇന്റർസെക്ട് ചെയ്യാണ്. ആ ഇന്റർസെക്ട് ചെയ്യുന്നത് റിഡ്ജ് പോലെയാണ് കാണുക. അതിനെയാണ് നമ്മൾ എക്കണോമിക് റീജിയൻ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആ റീജിയനെയാണ് നമ്മൾ എക്കണോമിക് റീജിയൻ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അത് ആ ലൈൻസിനെ പറയുന്ന പേരാണ് റിഡ്ജ് ലൈൻസ്. ഇതെന്താന്ന് അറിഞ്ഞു വെക്കുക, നിങ്ങളുടെ എസ്സേക്ക് ആവശ്യമെങ്കിൽ ഉൾപ്പെടുത്താം. ദ മോസ്റ്റ് പോപ്പുലർ ഫോം ഓഫ് പ്രൊഡക്ഷൻ. ഇനി നമ്മൾ പറയാൻ പോകുന്ന എംപിരിക്കൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. എംപിരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർമെന്റ് എന്നാണ് അർത്ഥം. അപ്പോ എംപിരിക്കൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻസിനെ കുറിച്ചാണ് ഇന്ന് എടുക്കുന്നത്. അപ്പൊ ദ മോസ്റ്റ് പോപ്പുലർ ഫോം ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കോബ്-ഡഗ്ലാസ് ഫംഗ്ഷൻ ആണ്. കോബ്-ഡഗ്ലാസ് ഫംഗ്ഷൻ ഐ തിങ്ക് കുറച്ച് പേർക്ക് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സപ്പോസ് ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു ക്യൂ ഓഫ് എൽ കോമ കെ എന്നാണ് പറയുന്നത്. ഈ ക്വാണ്ടിറ്റി അറിയാലോ നിങ്ങൾക്ക്, ലേബറിന്റെയും അതറിയാലോ. അപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. ഇതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞുതരാം. ഇപ്പോ നമ്മള് എച്ച് കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്നല്ലേ അപ്പോഴേ പറഞ്ഞത്. ഇവിടെ എച്ച് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണെന്ന് വിചാരിക്കാം. എച്ച് എന്ന് പറയുന്ന വേരിയബിൾ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിച്ച് ഈസ് ഓൾവേസ് സബ്ജക്റ്റഡ് ടു ചേഞ്ച്, കോൺസ്റ്റന്റ് അല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു എച്ച് എന്ന് പറഞ്ഞ വാല്യൂ ലേബറിന് 10 എന്ന് കൊടുത്തു. 10 നേരത്തെ നമ്മൾ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞതിനർത്ഥം ലേബറിന് 10 കൊടുത്താൽ ക്യാപിറ്റലിനും 10 തന്നെ കൊടുക്കണം. പക്ഷെ ഇവിടെ വേരിയബിൾ ആയതുകൊണ്ട്, അതായത് ലേബറിന് 5 കൊടുത്താൽ ചിലപ്പോ ക്യാപിറ്റലിന് കൊടുക്കുന്നത് 3 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ നമ്മള് വേരിയബിൾ ആയിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ എച്ച് എന്ന് പറയുന്നത് നമ്മളൊരു വേരിയബിൾ ആയിട്ട് അസ്യൂം ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ കോബ്-ഡഗ്ലാസിന്റെ ഫോം എന്ന് പറയുന്നത് Q is equal to L is equal to K raised to 1 minus A. A എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയിലുള്ള ഒരു വാല്യൂ ആണ്. അതെന്തുകൊണ്ടാ 0ക്കും 1നും ഇടയിലുള്ള വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ ശ്രദ്ധിക്കുക. Q is equal to L is equal to K raised to 1 minus A എന്നാണ്. അപ്പൊ മാക്സിമം വാല്യൂ എന്താണ്? 1 ആണ്. അതുകൊണ്ടാണ് ഇക്വേഷനിൽ K raised to 1 minus A എന്ന് വന്നത്. ഓക്കെ, അപ്പൊ എയുടെ റേഞ്ച് ഇവിടെ നിന്നായിരിക്കും 0 to 1 ആയിരിക്കും. ഓക്കെ, ഇനി അത് അടുത്ത ഇലാസ്റ്റിസിറ്റി സബ്സ്റ്റിറ്റ്യൂഷനിലെ CS ഫംഗ്ഷൻ, കോബ്ലസ്-ഡഗ്ലാസ് ഫംഗ്ഷന്റെ വേറൊരു എക്സാമ്പിൾ ആണ്, എക്സാമ്പിൾ അല്ല വേറൊരു ഇക്വേഷൻ ആണ്. Q is equal to B of GL. അപ്പൊ GL raised to minus H plus 1 minus G of K raised to minus H all raised to minus 1 by H. ഇത് രണ്ടും പഠിച്ചു വെക്കുക. കാരണം ഇവിടെ റേഞ്ച് എന്ന് പറയുന്നത് -1നേക്കാൾ കൂടുതലായിരിക്കും എച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ജിയും എച്ചും ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നോക്കുക, ഇക്വേഷൻസ് നോക്കുക. എന്നുള്ളൊരു ഇക്വേഷൻ ആണ്, അതുകൊണ്ട് ഇക്വേഷൻസ് പഠിച്ചു പറ്റും. അടുത്തത് ലീനിയർ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. അതായത് ഇൻപുട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻപുട്ടിന്റെ സബ്സ്റ്റിറ്റ്യൂട്ടും എല്ലാ ഫാക്ടറും റിഡക്റ്റബിൾ ആണ്. അതായത് ഏതെങ്കിലും ഒരു സർട്ടൻ ലൈനിൽ നമുക്ക് ആ ലീനിയർ പ്രൊഡക്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ള ലേബർ ആയിക്കോട്ടെ, നമ്മൾ കൊടുത്തിട്ടുള്ള ക്യാപിറ്റൽ ആയിക്കോട്ടെ, നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ ലീനിയർ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് there are different forms of production function. അത് ഒരുപാട് ടൈപ്പ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് പഠിക്കുന്നതിനേക്കാൾ കൂടുതലുണ്ട് ആക്ച്വലി. ആ പെർട്ടിക്കുലർ ഫോം ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയും. നമ്മുടെ ഫാക്ടർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഫാക്ടർ, ഒന്നിന് പകരം നമ്മൾ വേറൊന്ന് വെക്കുന്ന ഫാക്ടർ, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, അതൊരു ഇലാസ്റ്റിസിറ്റിയിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുക. ഇനി അത് അത്രേ ഉള്ളൂ. പിന്നെ കോൺസ്റ്റന്റ് റിട്ടേൺ ഓഫ് സ്കെയിൽ, ലീനിയർ ഹോമോജിനിറ്റി എന്ന് പറയും.
കോൺസ്റ്റന്റ് റിട്ടേൺ ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കോൺസ്റ്റന്റിനെയാണ് ഇവിടെ ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് എല്ലാ മാസവും എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും കിട്ടുക. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ലീനിയർ ഹോമോജിനിറ്റി എന്ന്. ഓക്കെ, ഇനി ആവറേജ് ആൻഡ് മാർജിനൽ പ്രൊഡക്ട്സ് അത് അറിയാം എന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ, ഇതിൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൂ. ദെൻ ഇതൊന്നും അത്ര ഇത്രയും വലിയ ഇക്വേഷൻസ് ഒന്നും നിങ്ങൾക്ക് വരില്ല, അതുകൊണ്ടൊന്നും പഠിക്കേണ്ട കാര്യം. പിന്നെ ഇനി ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് മുഴുവൻ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതായത് നമ്മളുടെ മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഒന്നാമത്തെ ഇമ്പോർട്ടൻസ്, കെയർഫുൾ പ്ലാനിങ് ക്യാൻ ഹെൽപ്പ് എ ഫേം ടു യൂസ് ഇറ്റ്സ് റിസോഴ്സസ് ഇൻ റാഷണൽ മാനർ. അതായത് നമ്മളൊരു പ്രൊഡക്ഷനെയാണ് ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. നമ്മൾ ഏത് ക്വാളിറ്റീഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീഡ് ആയിട്ടുള്ള ഏത് പർച്ചേസ് മെറ്റീരിയൽ സെലക്ട് ചെയ്യണം എന്ന് നമ്മൾ ക്വാളിറ്റേറ്റീവ്ലി അനാലിസിസ് നടത്തണം, ക്വാണ്ടിറ്റേറ്റീവ്ലി അനാലിസിസ് നടത്തണം. എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള പർച്ചേസിങ് മെറ്റീരിയൽ നമ്മൾ ആദ്യം വാങ്ങണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് നേരെ പോകുന്നത് ഓപ്പറേഷൻ ഫംഗ്ഷൻസിലേക്കാണ് ആണല്ലോ. ഇപ്പൊ പർച്ചേസ് മെറ്റീരിയൽ കിട്ടി, റോ മെറ്റീരിയൽസ് കിട്ടി, അതുകൊണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പൊ നമ്മൾ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് എവിടെയാണ്? ഓപ്പറേഷൻസിലാണ്. അപ്പൊ ആ ഓപ്പറേഷൻസിലേക്ക് പോകുന്നു. അവിടെ ഈ ഇൻപുട്ട് കൊണ്ട് എങ്ങനെയാണ് ആ പ്രൊഡക്റ്റ് ആയി മാറുന്നത്? അക്യൂറസി ഉണ്ടോ, അതേപോലെ സ്പീഡ് ഉണ്ടോ, പ്രിസൈസ് ആണോ, ഏത് തരം മെക്കാനിസം ഉപയോഗിച്ച് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നേ, ഈ കാര്യങ്ങളൊക്കെ എവിടെ വരിക? അനാലിസിസ് ഓഫ് പ്രൊഡക്ഷൻ ഫങ്ഷൻസിലാണ് വരിക. അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്തു? അനലൈസ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഈ ഔട്ട്പുട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? സെയിൽ ചെയ്യണം. സെയിൽ ചെയ്തിട്ട് കിട്ടുന്നതാണ് ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഒറിജിനൽ ഔട്ട്പുട്ട്. സെയിൽ ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ മാർക്കറ്റ് അനാലിസിസ് ക്വാളിറ്റേറ്റീവ്ലി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി അനലൈസ് ചെയ്യണം. എന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒറിജിനൽ ഔട്ട്പുട്ട്, ദാറ്റ് മീൻസ് അവർ പ്രോഫിറ്റ്, റിട്ടേൺ ഓൺ സ്കെയിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ എങ്ങനെയാണ് നടത്തുന്നത്? പ്രൊഡക്ഷൻ ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ, പ്രീ പ്ലാൻഡ് പ്രൊഡക്ഷൻ ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അതാണ് ഒന്നാമത്തെ കെയർഫുൾ പ്ലാനിങ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കെയർഫുൾ ആയിട്ട് പ്ലാൻ ചെയ്യണം. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിനുള്ളിൽ പറയുന്നത്. ഇതിൽ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്, കപ്പാസിറ്റി പ്ലാനിങ്. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടോ എന്ന് നോക്കണം. ആ ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ളത് വേണം നമ്മൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ വിൽക്കുന്നത് വരെ പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പൊ കപ്പാസിറ്റി ഓഫ് പ്ലാനിങ് നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ളൊരു കാര്യം ഇതിൽ എടുത്തു പറയുന്നുണ്ട്, അത് നോക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഇനി അതിൽ ഞാൻ പറഞ്ഞ തന്നെയാണ്, ഗുഡ് കപ്പാസിറ്റി പ്ലാനിങ് രണ്ട് കാര്യങ്ങൾക്ക് വേണം. ഒന്ന്, അക്യുറേറ്റ് ഫോർകാസ്റ്റ്, ഡിമാൻഡ് ഉണ്ടോ ഇല്ലയോ എന്ന് നേരത്തെ പ്രവചിക്കാൻ കഴിയും. അതേപോലെ പ്രൊഡക്ഷനും മാർക്കറ്റിങ്ങിനും ഇടയിൽ എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നടന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കപ്പാസിറ്റി ഓഫ് പ്ലാനിങ് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കണം. നെക്സ്റ്റ്, മാനേജേഴ്സ് മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ മാർജിനൽ ബെനിഫിറ്റ്സ് ആൻഡ് കോസ്റ്റ് ഓഫ് ഈച്ച് ഡിസിഷൻ ഇൻവോൾവിംഗ് ദ അലോക്കേറ്റിംഗ് ഓഫ് സ്കാർസ് റിസോഴ്സസ്. നമ്മൾ പറഞ്ഞു, നമുക്ക് കിട്ടുന്ന റിസോഴ്സ് വളരെ സ്കേഴ്സ് ആണ്. നമുക്ക് കിട്ടുന്നത് എന്താണ്? വളരെ അപൂർവമായിട്ട് കിട്ടുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മുടെ പ്രൊഡക്റ്റും നമ്മൾ വിചാരിക്കുന്നത് വളരെ അപൂർവമായിട്ട് ഉണ്ടാവുന്നു എന്നാണ്. അതാണ് നമ്മുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ആക്ച്വലി. അപ്പൊ നമ്മൾ അങ്ങനെ പറയുന്ന ഒരു കാര്യം റിയൽ വേൾഡ് ഓഫ് ബിസിനസ്സിൽ ആ പ്രൊഡക്ഷൻ തിയറി നമ്മുടെ കറക്റ്റ് ആയിരിക്കും. അതായത് ബിസിനസ് നടത്തുന്ന റിയൽ വേൾഡ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് പ്ലേസ് ആണ്. ആ മാർക്കറ്റിംഗ് പ്ലേസിൽ നമ്മൾ എന്ത് തിയറി ആണോ പ്രൊഡക്ഷൻ തിയറി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇറ്റ് ഷുഡ് ബി വർക്കിംഗ് ഔട്ട് ഓൺ ദാറ്റ് റിയൽ വേൾഡ് ഓഫ് ദാറ്റ് ബിസിനസ്. ഓക്കെ, അതാണ് വേണ്ടത്. In the real world analysis of production, the data of the marginal product of each input may not be known. Thus, a manager may be unable to find the optimal combination of inputs. Nonetheless, managers can utilize the concept of trade-offs in their decision making, regardless of whether detailed quantitative information exists. For example, അതായത് നമ്മൾ മാനേജേഴ്സ് ആണ് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് ഏതാ കൊടുക്കണ്ടേ, എന്തൊക്കെയാണ് ട്രേഡ് ഓഫ് ചെയ്യേണ്ടത്, ഡിസിഷൻ മേക്കിംഗ്, അതായത് അതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഉണ്ടോ ഇല്ലയോ, അത് നമ്മൾ ദാറ്റ് ഇസ് നൺ ഓഫ് അവർ ബിസിനസ്. വി ഷുഡ് ഹാവ് ടു പ്രൊവൈഡ് അവർ റിസൾട്ട്. നമ്മുടെ റിസൾട്ട് എന്താണോ അത് നമുക്ക് എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് കിട്ടിയിരിക്കണം. അതാണ് മാനേജേഴ്സിന്റെ മെയിൻ ഫംഗ്ഷൻ. ഒരു എക്സാമ്പിൾ ആണ് ക്യാപിറ്റൽ ലേബർ ട്രേഡ് ഓഫ് എന്ന് കൊടുത്തിരിക്കുന്നത്. ലേബർ ട്രേഡ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലേബർ ഇല്ലാത്തൊരവസ്ഥ, മുഴുവനായിട്ട് വിറ്റുപോയി, റോ മെറ്റീരിയൽസ് വിറ്റുപോയി, ക്യാപിറ്റലും വിറ്റുപോയി എന്നുണ്ടെങ്കിൽ കമ്പനി ക്ലോസ് ആവും. അതാണ് ക്യാപിറ്റൽ ലേബർ ട്രേഡ് ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത്രേ ഉള്ളൂ ലെസൺ.
ഇനി ഇതിൽ നിങ്ങൾ ചെക്ക് യുവർ പ്രോഗ്രസ് ഒക്കെ കൊടുത്തിരിക്കുന്നുണ്ടോ? ഇതിൽ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കുറെ ഇക്വേഷൻസ് ആണ് ആക്ച്വലി. അപ്പൊ ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. നിങ്ങൾക്ക് ഒരിക്കലും വരുമെന്ന് തോന്നുന്നില്ല പ്രോബ്ലം, എങ്കിലും ആ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്ത മാനർ അതെങ്ങനെയാണ് അങ്ങനെയുള്ള നോക്കുക. നെക്സ്റ്റ് ലെസൺ ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഐ തിങ്ക് ഇതിന് എന്തായാലും 2, 3, 4, 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ അപ്പൊ അത് നോക്കാം. നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് കോസ്റ്റ്. അപ്പൊ ഇതില് നമ്മൾ ആവശ്യമുള്ള പോയിന്റ്സേ പോകുന്നുള്ളൂ, കാരണം അത്രയും ഒരുപാട് എലാബറേറ്റ് ചെയ്ത് പോകുന്നില്ല. അപ്പൊ ആവശ്യമുള്ള പോയിന്റ്സ് മാത്രം വേഗം പറഞ്ഞില്ല. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആവുന്നില്ല. ഹലോ, ക്ലിയർ ആവുന്നില്ലേ? ഹലോ, പോയോ? ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ. Okay. Cost of need and significance cost in managerial decision making. Managerial decision making നമ്മൾ കോസ്റ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇതിൽ ഞാൻ പറയുന്ന പോയിന്റ്സ് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ. അപ്പൊ അതിൽ 1, 2, 3 4th പാരഗ്രാഫില് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്രൊവൈഡ്സ് എ ഫ്ലോർ ടു പ്രൈസിങ്. ഇത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. പ്രൈസിങ്ങിന് നമ്മുടെ പ്രൊഡക്ഷൻ എത്ര ഉണ്ടാക്കുന്നു അനുസരിച്ചിട്ടാണ് നമ്മുടെ കമോഡിറ്റി, നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുന്ന കമോഡിറ്റിക്ക് നമ്മൾ പ്രൈസ് ഉണ്ടാക്കുന്നത്. അതാണ് ഒന്നാമത്തെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതാണ് ആ ഒരു പാരഗ്രാഫ് മുഴുവൻ പറയുന്നത്. അത് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ബോറടിക്കും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ് കോസ്റ്റ്, എന്താണ് കമോഡിറ്റിയുടെ ക്വാണ്ടിറ്റി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കോസ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അല്ലെ. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കമോഡിറ്റിയുടെ മാർക്കറ്റ് വാല്യൂ ഇടുന്നത്. അതാണ് അതിൽ പറയുന്നത്. അപ്പൊ ആ ഡിസിഷൻ മേക്കിംഗ് പവർ വേണം. ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് എ കോസ്റ്റ് ഫംഗ്ഷൻ എന്നുള്ളതാണ്. അതായത് അടുത്ത പാരഗ്രാഫിൽ തന്നെ ഉണ്ട്, ജസ്റ്റ് ലൈക്ക് എ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വി ക്യാൻ ഓൾസോ റൈറ്റ് എ കോസ്റ്റ് ഫംഗ്ഷൻ. കോസ്റ്റ് ഫംഗ്ഷൻ അണ്ടർലൈൻ ചെയ്യാം. അപ്പോൾ ടു ഇംപ്രവൈസ് ആൻഡ് വി നീഡ് എ കോസ്റ്റ് ഫംഗ്ഷൻ. ഗുഡ് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് രണ്ടാമതായിട്ട് വേണ്ടതാണ് കോസ്റ്റ് ഫംഗ്ഷൻ. കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, കോസ്റ്റ് ഫംഗ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സി ഈസ് ഈക്വൽ ടു എന്താണ്, ഫംഗ്ഷൻ ഓഫ് കെ ആൻഡ് എൽ. ഓക്കെ, അത് ഞാൻ പറഞ്ഞിരുന്നു. ഇനി അടുത്തത് ഡിറ്റർമിൻ ഇറ്റ്സെൽഫ് വേരിയസ് ഡിറ്റർമിനൻസ്. അതായത് വെക്കാം, വേരിയസ് ഡിറ്റർമിനൻസ് റെലവന്റ് ഫോർ ദ പെർട്ടിക്കുലർ സിറ്റുവേഷൻ. വേരിയസ് ഡിറ്റർമിനൻസ് റെലവന്റ് ഫോർ ദ പെർട്ടിക്കുലർ ഡിറ്റർമിനൻസ്. ഇതിലുണ്ടാവും, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും, ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷന് എന്തൊക്കെ ഡിറ്റർമിനൻസ് ആണ് വേണ്ടത്. മനസ്സിലാക്കി? ക്ലിയർ ആവുന്നില്ലേ? എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. ഓക്കെ, എനിക്കിവിടെ എല്ലാം ക്ലിയർ ആണ്. ഓക്കെ, അടുത്തത് മേക്കിംഗ് ഓഫ് എഫക്റ്റീവ് ആൻഡ് റൈറ്റ് ഡിസിഷൻസ് ഡിപ്പെൻഡ്സ് മച്ച് മോർ ദ കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ്. അടുത്തതാണ് നമ്മൾ എഫക്റ്റീവ് ആയിട്ട് ഡിസിഷൻ മേക്കിംഗ്. ലാസ്റ്റ് പാരഗ്രാഫിലുണ്ട്, എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് എന്തായിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് ഇത്ര രൂപയ്ക്കാണ്, നമ്മൾ ഇത്രയും ഇൻപുട്ട് കൊടുത്തു, പ്രോസസിങ് ഫീ ഇത്രയാണ്, ഇത്രയും നമ്മൾ കോസ്റ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മുടെ ബാക്കിയുള്ള എഫക്റ്റീവ് ഹൈറ്റിലേക്ക് പോകുള്ളൂ. അപ്പൊ ഇതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്, ഇതാണ് അതിന്റെ മേജർ ഡ്രോബാക്ക് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് മനസ്സിലാവും. ഞാൻ വീണ്ടും 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 ഈ പറഞ്ഞ് തന്നെ പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പറയാൻ. ഇനി അടുത്ത കോസ്റ്റ് കോൺസെപ്റ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു 2 കോസ്റ്റ് കോൺസെപ്റ്റ്സ് ആണ് ഉള്ളത്. ഒന്നാമത്തെ കോസ്റ്റ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ കോസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. That cost estimate produced by conventional financial accounting and are appropriate for all managerial uses. ഈ കോസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ മാനേജറിയൽ യൂസസിനും പറ്റിയതായിരിക്കണം. അതുപോലെ തന്നെ കൺവെൻഷണൽ ആയിരിക്കണം. കൺവെൻഷണൽ മീൻസ് ട്രഡീഷണൽ, പല കാര്യങ്ങൾ തൊട്ട് പല കാലങ്ങൾ തൊട്ട് നമ്മൾ ഫിനാൻഷ്യലി യൂസ് ചെയ്തിട്ടുള്ള ഒന്നായിരിക്കണം. അതാണ് ഒന്നാമത്തെ കോസ്റ്റ് കോൺസെപ്റ്റ്, അതായിരിക്കണം. രണ്ടാമത്തെ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ബിസിനസ് പ്രോബ്ലംസ്. അതായത് ഒരു ബിസിനസ്സിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും, അതിന് ഒരുപാട് കൈൻഡ് ഓഫ് കോസ്റ്റും ഉണ്ടാവും. അത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുന്നതായിരിക്കും. അടുത്താണ് ഫ്യൂച്ചർ ആൻഡ് പാസ്റ്റ് കോസ്റ്റ്. ഫ്യൂച്ചർ ആൻഡ് പാസ്റ്റ് കോസ്റ്റില് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട ഭാഗം
they are the only cost. I think middle of the paragraph they are the only cost that matter for managerial decision because they are only subjected to management control. Future cost എന്ന് പറയുന്നത് മാനേജീരിയൽ ഡിസിഷനെ ബേസ് ചെയ്തിരിക്കും. അതായത് ആ ഫ്യൂച്ചർ കോസ്റ്റ് എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് തന്നെ എങ്ങനെയാണ്? മാനേജീരിയൽ കൺട്രോൾ കൊണ്ടാണ്. അവിടെ തൊട്ട് ആ പാരഗ്രാഫ് ലാസ്റ്റ് ചെയ്യുന്നത് പോലെ മാർക്ക് ചെയ്ത് വെക്കുക. They are the only cost that ഒക്കെ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. The major managerial uses എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കോസ്റ്റ് കൺട്രോൾ, പ്രൊജക്ഷൻ, ഫ്യൂച്ചർ പ്രോഫിറ്റ്, ലോ സ്റ്റേറ്റ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് അതുവരെ മാർക്ക് ചെയ്ത് വെക്കുക. അതാണ് ആ പാരഗ്രാഫിൽ ഇമ്പോർട്ടൻറ്റ്. അടുത്ത പാസ്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻകം സ്റ്റേറ്റ്മെന്റിലാണ് പാസ്റ്റ് കോസ്റ്റ് വരിക. പണ്ടത്തെ കോസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ മുൻപത്തെ കോസ്റ്റ്. അതിൽ നമ്മൾ റിട്രോസ്പെക്ട് എന്ന് പറയും. നമ്മൾ റിട്രോസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ സ്പെക്ടേറ്റ് ചെയ്യാൻ, അതായത് ഭാവിയെ പ്രവചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് കോസ്റ്റ് ഉപയോഗിക്കുന്നത്. അതിനിപ്പോ റിട്രോസ്പെക്ട് എന്ന് ഇപ്പൊ നമ്മൾ വേറൊരു ടേമിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ കഴിഞ്ഞ മാസം ആവശ്യമില്ലാതെ നമ്മുടെ സപ്ലിമെന്റ്സിനും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 3 lakhs ആവശ്യമില്ലാതെ ചിലവാക്കി. സോ നമ്മൾ ഇത് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് അതെടുത്തിട്ട് നമ്മൾ റിട്രോസ്പെക്ട് ചെയ്യാണ്. അതായത് വി ഷുഡ് ഹാവ് ടു മിനിമൈസ് ദാറ്റ് കോസ്റ്റ് ആക്ച്വലി. അപ്പൊ നമ്മൾ ആ കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്നതിന് നമ്മൾ സ്പെക്ടേറ്റ് ചെയ്തു, നമ്മുടെ ഭാവിയെ പ്രവചിച്ചു എന്നൊക്കെ പറയാം. അതാണ് റിട്രോസ്പെക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ആക്ച്വലി പോസ്റ്റ് കോസ്റ്റിന്റെ നമ്മളുടെ ഡെഫിനിഷൻ. അടുത്തത് ഇൻക്രിമെന്റൽ ആൻഡ് സങ്ക് കോസ്റ്റ്. ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് ആണ്. അതായത് ലേബറിന് അഡീഷണൽ ആയിട്ട് കിട്ടുന്നതാവാം, റോ മെറ്റീരിയൽസിന് അഡീഷണൽ ആയിട്ട് കിട്ടുന്നതാവാം. ഏതിനും ഡിസിഷൻ മേക്കിംഗ്, ഒരു ഫേമിന്റെ ഡിസിഷൻ മേക്കിങ്ങിന് ഏറ്റവും അധികം ചെയ്യുന്ന ഒരു കോസ്റ്റ് ആണ്, വേരിയബിൾ കോസ്റ്റ് ആണ് ഇൻക്രിമെന്റൽ കോസ്റ്റ്. സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ്, ബിസിനസ് ആക്ടിവിറ്റിയിൽ ഉണ്ടാവുന്ന ഒരു കോസ്റ്റ് ചേഞ്ചും ഈ സങ്ക് കോസ്റ്റിനെ ബാധിക്കില്ല. ഓക്കെ, അത് ഓൾറെഡി ഉള്ള കോസ്റ്റ് ആണ്, അത് എന്തായാലും ഉണ്ടാവും. അതില് വളരെ നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിപ്രിസിയേഷൻ പറയാം. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തേയ്മാനം എന്നൊക്കെ പറയുന്നത്. ഒരു മെഷീൻ എന്തായാലും തേയ്മാനം ഉണ്ടാവും, അതൊരിക്കലും വേറെ ബിസിനസ് ആക്ടിവിറ്റീസിനെ ബാധിക്കുന്നില്ല. സോ അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് നമ്മൾ സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഔട്ട് ഓഫ് പോക്കറ്റ് ആൻഡ് ബുക്ക് കോസ്റ്റ്. ഔട്ട് ഓഫ് പോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വേജ്, സാലറി, അതെന്തായാലും നമ്മൾ എന്ത് ചെയ്യണം? എംപ്ലോയീസിന് കൊടുക്കണം സാലറി. അതിപ്പോ മാനേജർ ആയാലും എന്തായാലും കൊടുക്കണം. അങ്ങനെ നമ്മൾ എന്തായാലും പോക്കറ്റിൽ നിന്ന് പോകുന്ന ഡിപ്രിസിയേഷൻ കോസ്റ്റ് ആവാം, അങ്ങനെ പോകുന്ന കോസ്റ്റ് തന്നെയാണ് നമ്മൾ ഔട്ട് ഓഫ് പോക്കറ്റ് എന്ന് പറയാം. ബുക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റിനേക്കാൾ കൂടുതലായിട്ട് വരുന്നത് സെറ്റ് ആയിട്ടാണ്. അതായത് നമ്മുടെ ബയറിന് കൊടുക്കുന്നതാവാം, അങ്ങനെയുള്ള ബുക്ക്ഡ് ആയിട്ട് നമ്മൾ നേരത്തെ കൊടുക്കുന്ന ബുക്ക്ഡ് ആയിട്ടുള്ള കോസ്റ്റിനെയാണ് നമ്മൾ ബുക്ക് കോസ്റ്റ് എന്ന് പറയാം. ഇനി റീപ്ലേസ്മെന്റ് ആൻഡ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു എക്യുപ്മെന്റ് അവിടെ ഉണ്ട്, അത് നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ അതിനെത്ര കോസ്റ്റ് ആവുന്നു, ആണ് നമ്മൾ റീപ്ലേസ്മെന്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഭാവിയിൽ നമ്മൾ 19 പറയുന്നുണ്ട്, 1974 നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം ഇപ്പൊ നമുക്ക് എത്ര രൂപയ്ക്കാണ് കിട്ടുക? അതിനേക്കാൾ കൂടുതൽ റുപ്പീസിനാണ് നമുക്ക് കിട്ടുക. അതിനെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്ത എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഓർ ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറയും. അതിൽ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയ്ഡ് ബൈ ദ ഫേം ആണ്, അല്ലെങ്കിൽ അത് പേ ഔട്ട് ചെയ്തു കോസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഫേം പേ ഔട്ട് ചെയ്ത കാര്യമാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ദ കമ്പനിയുടെ അകത്ത് ഇപ്പൊ മാനേജർ ആയിക്കോട്ടെ, അത് ആരാണോ എംപ്ലോയി ആയിക്കോട്ടെ, അവർ ചെയ്യുന്ന ഏർണിങ്സിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയാം. ഇനി ആക്ച്വൽ കോസ്റ്റും ഓപ്പർച്യൂണിറ്റി കോസ്റ്റും. ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആക്ച്വൽ എക്സ്പെൻഡിച്ചറിന്റെ കോസ്റ്റ് ആണ് ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇൻട്രസ്റ്റ് പെയ്ഡ് ആവാം, മെറ്റീരിയൽ പർച്ചേസ് ചെയ്തതായിരിക്കാം, എന്തൊക്കെയോ, അതെല്ലാം അബ്സല്യൂട്ട് കോസ്റ്റ് എല്ലാം ഇതിൽ വരും, ആക്ച്വൽ കോസ്റ്റ് വരും. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ടർനേറ്റ് കോസ്റ്റ്, അതായത് ഫേമിന് ആക്ച്വൽ കോസ്റ്റ് അല്ലാതെ വരുന്നത്. ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെലവാക്കുന്ന ക്യാഷിനല്ലാതെ അതിനൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് അനദർ കോസ്റ്റ് വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയും. അടുത്തത് ഡയറക്റ്റ് ഒരു സെപ്പറബിൾ ട്രേസബിൾ കോസ്റ്റ് എന്നൊക്കെ പറയാം. ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് യൂണിറ്റ്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് ഡയറക്ട്ലി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് കോസ്റ്റ് ഈസ് കോൾഡ് ഡയറക്റ്റ് കോസ്റ്റ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് അല്ല, ഡയറക്റ്റ് കോസ്റ്റിന് എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് അങ്ങനെയുള്ളതൊക്കെ വരുന്നത് ഡയറക്റ്റ് കോസ്റ്റ് ആണ്.
ഇൻഡയറക്ട് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേരിയബിൾ കോസ്റ്റ് ആണ്. അതെന്ത് ചെയ്യും? ഓരോ പ്രൊഡക്ഷൻ ലെവലിലും ഓരോ ലെവൽ ഓഫ് കോസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതിന് നമ്മൾ ഇൻഡയറക്ട് കോസ്റ്റ് എന്ന് പറയും. ഈ ഷട്ട് ഡൗൺ ആൻഡ് ഒരു മിനിറ്റ് അബാൻഡൻമെന്റ് കോസ്റ്റ്. ഓക്കെ, ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു പ്രൊഡക്ഷൻ ഓപ്പറേഷൻസ് ആയാലും അത് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യാണ്. എന്തായാലും ചെയ്യേ പറ്റുള്ളൂ, നമ്മുടെ കമ്പനി മുന്നോട്ട് പോയില്ല. അപ്പൊ നമുക്ക് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയാം. അബാൻഡ്മെന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാരണങ്ങൾ കൊണ്ട് നമ്മൾക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിലും ബൈ അതർ റീസൺസ് ഗവൺമെന്റ് പറയാണ് ഇവിടെ വെച്ച് നിർത്തണം എന്ന് പറയുകയാണെങ്കിൽ ഫോർ എ പെർട്ടിക്കുലർ റീസൺ വി ജസ്റ്റ് സ്റ്റോപ്പിംഗ് ദാറ്റ്. ഓക്കെ, അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് നമ്മൾ അബാൻഡൻമെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് എക്സ്റ്റേണൽ അതോറിറ്റി പണിഷ്ഡ് us to stop this, അങ്ങനെയാണ് നമ്മൾ അബാൻഡൻമെന്റ്. അടുത്ത പ്രൈവറ്റ് ആൻഡ് സോഷ്യൽ കോസ്റ്റ് നമുക്ക് ഉദ്ദേശിക്കാം നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. മൈക്രോ ലെവൽ ആവാം, മാക്രോ ലെവൽ ആവാം. നമ്മൾ ചെയ്യുന്നതിന് നമ്മൾ പ്രൈവറ്റ് കോസ്റ്റ് എന്നും സോഷ്യലി നമ്മൾ ചെയ്യുന്നതിന് നമ്മൾ സോഷ്യൽ കോസ്റ്റ് എന്നും പറയും. മനസ്സിലായി? ഓക്കെ, അതിനെയാണ് നമ്മൾ പ്രൈവറ്റ്. അത് നമുക്ക് വേണമെങ്കിൽ വായിക്കാം. Economic cost can be calculated at two levels, micro level and macro level. Micro level economic cost related to functioning of a firm as a production unit, while the macro level economic cost funded generated a decision by the firm but are paid by the society and not the firm. അതായത് മൈക്രോ ലെവൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ പ്രൈവറ്റ് ലെവൽ, അതായത് പ്രൊഡക്ഷൻ യൂണിറ്റ് ചെലവാക്കുന്ന കോസ്റ്റ് ആണ് പ്രൈവറ്റ് കോസ്റ്റ്. സോഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്രോ ലെവൽ, അതായത് സൊസൈറ്റി നമുക്ക് വേണ്ടി ചെലവാക്കുന്നതിനെയാണ് നമ്മൾ കോസ്റ്റ്, സൊസൈറ്റൽ കോസ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ കോസ്റ്റ് അല്ലെങ്കിൽ മാക്രോ കോസ്റ്റ്. ഇനി കോമൺ ആയിട്ടുള്ള ഒരു കോസ്റ്റ് ആണ് ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോസ്റ്റ് ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല, ഓൾവേസ് അണ്ടർ സ്റ്റേബിൾ, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. വേരിയബിൾ കോസ്റ്റ്, അതായത് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് വേരിയബിൾ ഫാക്ടേഴ്സ്, ഓരോ വേരിയബിൾ ഫാക്ടേഴ്സ് ഷോർട്ട് റണ്ണിലാണെങ്കിലും ലോങ് റണ്ണിലാണെങ്കിലും റോ മെറ്റീരിയൽ കിട്ടാതിരിക്കുക, റോ മെറ്റീരിയലിന്റെ അളവ് കുറയുക, ക്യാഷ് കൂടുക, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഫ്യൂല് കൂടുക, ഫ്യൂല് കുറയുക, അങ്ങനെയുള്ള സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഈ കോസ്റ്റിനും എന്ത് ചെയ്യും? വേരിയബിൾ ഉണ്ടാവും. അത് നമ്മളിപ്പോ എക്സാമ്പിൾ പറഞ്ഞാൽ പെട്രോളിന്റെ വില കൂടുക കുറയുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബസ് ചാർജ് കൂടുകയും കുറയുകയും ചെയ്യും. അങ്ങനെയുള്ള കോസ്റ്റിനെ നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഒരു നല്ല എക്സാമ്പിൾ ആണെന്ന് തോന്നുന്നു. അതിന്റെയാണ് ഷോർട്ട് റൺ ടോട്ടൽ കോസ്റ്റ് കർവ് നമ്മൾ വരച്ചിരിക്കുന്നത്, അത് പഠിക്കണം. ഷോർട്ട് റൺ ലോങ് റൺ. സെക്കൻഡ്, ഹലോ, കേക്കുന്നില്ല? കേൾക്കുന്നുണ്ടോ? ഹലോ, ഇല്ല, കേക്കുന്നില്ല. തീരെ കേൾക്കുന്നില്ലേ? ഇപ്പൊ കേക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ കോസ്റ്റ് ആണ്. ഷോർട്ട് റൺ അതായത് ഒരു ചെറിയ നമ്മുടെ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര റോ മെറ്റീരിയൽ കളക്ട് ചെയ്തു. അതായത് ഷോർട്ട് റൺ എന്ന് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞിരുന്നു, കുറച്ച് ബിസിനസ് കുറച്ച് കാലത്തേക്ക് വേണ്ടി മാത്രം നമ്മൾ കോൺട്രാക്ട് പീരീഡിലൊക്കെ തുടങ്ങുന്ന ബിസിനസ്സിനെയാണ് നമ്മൾ ഷോർട്ട് റൺ ബിസിനസ് എന്ന് പറയും. അതിനുള്ളിൽ നമ്മൾക്ക് എത്ര റോ മെറ്റീരിയൽ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ ആവാം, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അത് എത്രത്തോളം ഉണ്ട്, അതിനെയാണ് നമ്മൾ ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറയാം. ലോങ് റൺ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ ഒരുപാട് കാലം നിൽക്കുന്ന ഒരു ബിസിനസ് ആണ്, അതിനകത്ത് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ലോങ് റൺ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടിനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഷോർട്ട് റണ്ണിനകത്തും ലോങ് റണ്ണിനകത്തും വരുന്ന രണ്ട് കോസ്റ്റ് ഉണ്ട്. അതാണ് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. ഇതിനകത്തും എന്തുണ്ടാവും? ഫിക്സഡ് ആയിട്ട് ഓൾറെഡി നമുക്ക് എന്തായാലും ഉണ്ടാവും എന്നുള്ള പറഞ്ഞ ഫിക്സഡ് കോസ്റ്റും ഉണ്ടാവും, വേരിയബിൾ കോസ്റ്റും ഉണ്ടാവും. ഓക്കെ, അടുത്ത ടോട്ടൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർഡ് ഫാക്ടേഴ്സ്, അതായത് നമ്മൾ പുറത്തുനിന്ന് വണ്ടി ഹയർ ചെയ്യുക, നമ്മുടെ ബിൽഡിംഗ് ഹയർ ചെയ്യുക, അങ്ങനെ ഹയർ ചെയ്ത് കിട്ടുന്ന കോസ്റ്റും എന്തിൽ വരും? ടോട്ടൽ കോസ്റ്റിൽ വരും. അപ്പൊ ഇതിൽ എന്തൊക്കെ വരും? ടോട്ടൽ കോസ്റ്റിൽ ഫിക്സഡ് കോസ്റ്റ് വരും, വേരിയബിൾ കോസ്റ്റ് വരും, അതിന്റെ കൂടെ തന്നെ ഹയർഡ് കോസ്റ്റും വരും. ഇതെല്ലാം കൂടി ചേർന്നിട്ട് എത്ര ഇൻപുട്ട് കൊടുക്കുന്നുണ്ടോ അതിനെ നമ്മൾ എന്ത് പറയുന്നു? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി അടുത്തത് ആവറേജ് കോസ്റ്റ്. ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ഔട്ട്പുട്ടിന് നമ്മൾ എത്രത്തോളം കോസ്റ്റ് ചെലവാക്കി, അതായത് എത്രത്തോളം കോസ്റ്റ് ആയി, അതിനെയാണ് നമ്മൾ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്.
അപ്പൊ ടോട്ടൽ കോസ്റ്റ് ഇപ്പൊ 100 ആണ്. അതിന് ഒരു യൂണിറ്റിന് നമുക്ക് 10 റുപ്പീസ് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു യൂണിറ്റ് നമ്മൾ 10 റുപ്പീസ് ആയിരിക്കുമല്ലോ ചെലവാക്കിയിട്ടുണ്ടാവുക. അതിന് നമ്മൾ പറയുന്ന പേരാണ് ആവറേജ് കോസ്റ്റ്. മനസ്സിലായല്ലോ. ഇനി മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഔട്ട്പുട്ടിന് ഓൾ ഓവർ മാർജിനലിൽ എത്ര കോസ്റ്റ് ചെലവാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു 10 യൂണിറ്റ് ചെലവാക്കിയത് മാർജിനിലാകുമ്പോൾ ഒരു 50 യൂണിറ്റ് നമ്മൾ ചെലവാക്കിയിട്ടുണ്ടാവും. ഈ 50 യൂണിറ്റിന്റെയും ക്യാഷിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അവൈലബിലിറ്റി ഓഫ് കോസ്റ്റ് ഓഫ് കമോഡിറ്റി ഇൻ ദ മാർജിനൽ പ്ലേസ്. ഓക്കെ, ഇനി അടുത്തതാണ് കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ്. കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പില് പ്രൊഡക്ഷൻ തിയറി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇൻപുട്ട് ആണ് ഔട്ട്പുട്ട് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇസ് ദ എവല്യൂഷൻ ഓഫ് ദിസ് ട്രാൻസ്ഫോർമേഷൻ. പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ് നമ്മൾ ട്രാൻസ്ഫോർമേഷനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്ന്. അപ്പോൾ എ കോസ്റ്റ് ഔട്ട്പുട്ട് ഈസ് എ ഫംഗ്ഷൻ ഓർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് പ്രൊഡക്ഷൻ ഇൻപുട്സ് ദാറ്റ് ആർ യൂസ്ഡ് ബൈ ദ ഫേം ഇൻ ഈച്ച് പീരീഡ് ആൻഡ് കറസ്പോണ്ടിങ് റേറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് അറ്റൈൻഡ്. കോസ്റ്റ് ഓഫ് ഔട്ട്പുട്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടും പ്രൊഡക്ഷനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. ഇൻപുട്ട് നമ്മൾക്ക് എത്ര കൊടുത്തോ അതിനനുസരിച്ചിട്ട് പ്രൊഡക്ഷൻ നടന്നിട്ട് എത്ര ഔട്ട്പുട്ട് കിട്ടി എന്നുള്ളതാണ് നമ്മുടെ കോസ്റ്റ് ഔട്ട്പുട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി ഇതില് റിലേഷൻഷിപ്പ് നമ്മൾ ആക്ച്വലി ഈ റിലേഷൻഷിപ്പ് നമ്മളൊരു സബ്ജക്ട്, അതായത് എപ്പോൾ വേണമെങ്കിലും ഫാസ്റ്റർ ആവാം എന്നുള്ള റിലേഷൻഷിപ്പ് ആണ്. ഫ്രീക്വന്റ് ചേഞ്ചസ് വരുന്ന റിലേഷൻഷിപ്പ് ആണ് കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ്. അതായത് കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? കുറയാം. കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കുറയാം. അതേപോലെ കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കൂടുകയും ചെയ്യാം. അപ്പൊ ഇതിന് ഫ്ലക്ച്വേഷൻസ് എപ്പോഴും ഉണ്ടായിരിക്കുന്ന റിലേഷൻഷിപ്പ് ആണ് ഇത്. ഓക്കെ, എക്കണോമിക് തിയറി ഡിസ്റ്റിങ്വിഷസ് ബിറ്റ്വീൻ ദ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ ആൻഡ് ഹാസ് ട്രൈഡ് ടു അനലൈസ് ദ റിലേഷൻഷിപ്പ്. അത് ഒരുപാടാണ് ഇപ്പോഴും അനാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പ് ആണ്. ഇനി കോസ്റ്റ് ഇൻ ദ ഷോർട്ട് റൺ. ഷോർട്ട് റണ്ണിൽ ഉണ്ടായി, ഞാൻ പറഞ്ഞു അവിടെ അതിലുണ്ടായിരിക്കേണ്ട ചില എന്തൊക്കെ കോസ്റ്റ് ആണ് ഉണ്ടാവുക. അതിലുണ്ടായിരിക്കേണ്ട കോസ്റ്റ് ഒന്നാമത്തെ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും, വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാവും, ആവറേജ് കോസ്റ്റ് ഉണ്ടാവും, മാർജിനൽ കോസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിൽ ഷോർട്ട് റൺ ടോട്ടൽ കോസ്റ്റ് ആൻഡ് ഔട്ട്പുട്ട്. ഇനി ഇതിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പൊ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഷോർട്ട് റൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും കൊടുക്കേണ്ട കോസ്റ്റ്, ഒരു കമ്പനി ഷോർട്ട് റൺ ആയാലും ലോങ് റൺ ആയാലും കൊടുക്കേണ്ട കോസ്റ്റ്, സാധാരണ കോസ്റ്റ് ചെലവാക്കേണ്ട ക്യാഷ് ഏതിലൊക്കെയാണ്? ഒന്നാമത്തേത് സാലറീസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്, depreciation of machinery, expenses of building depreciation and repairs, expenses for land maintenance and depreciation if any. ഇതെല്ലാം ഫിക്സഡ് ആണ്. ഓക്കെ, ഇനി വേരിയബിൾ കോസ്റ്റ് ഏതൊക്കെയാണ്? റോ മെറ്റീരിയൽസ്, അതായത് മാർക്കറ്റ് അനാലിസിസ് വഴി നമുക്ക് ചിലപ്പോൾ റോ മെറ്റീരിയൽസിന്റെ ക്യാഷ് കൂടാൻ കുറയാം. അതേപോലെ ഡയറക്റ്റ് ലേബർ സാലറി കൂടാൻ കുറയാം. അതേപോലെ റണ്ണിങ് എക്സ്പെൻസസ്, ഫിക്സഡ് ക്യാപിറ്റൽ ആവാം, അത് ഫുൾ ആവാം, ഓർഡിനറി റിപ്പയർസ് ആവാം, റൂട്ടീൻ മെയിൻ്റെനൻസ്, അതായത് ബിൽഡിങ്ങിന്റെ മെയിൻ്റെനൻസ്, ഇതൊക്കെ ഓൾവേസ് സബ്ജക്ട് ടു ചേഞ്ച് ആണ്. അങ്ങനെയുള്ള കോസ്റ്റ് ആണ് വേരിയബിൾ കോസ്റ്റ് വരുന്നത്. ഓക്കെ, ഇത് രണ്ടും പഠിച്ചേക്കാം കേട്ടോ. ഇനി അടുത്തത് ഇത് ഫിക്സഡ് കോസ്റ്റിന്റെയാണ് മുകളിൽ വരച്ചിരിക്കുന്നത്. താഴെ വരച്ചിരിക്കുന്ന ഔട്ട്പുട്ട് വേരിയബിൾ കോസ്റ്റിന്റെയാണ്. കോസ്റ്റും ഇതും കൂടി, അപ്പൊ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് കാണിച്ചിരിക്കുന്നത്. ഓൾവേസ് സബ്ജക്ട് ടു ചേഞ്ച്. അത് ഈ പറഞ്ഞു തന്നെയാണ് അതിൽ വീണ്ടും പറയുന്നത്, വായിച്ചു നോക്കാൻ. ഈ പറയുന്നത് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ആൻഡ് ഔട്ട്പുട്ട് ആണ്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ആണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എത്രയുണ്ട് ഡിവൈഡഡ് ബൈ എത്ര എണ്ണം, അതാണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്, ഒരു യൂണിറ്റില് എത്ര നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്, അതിനെയാണ് നമ്മൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയാം. ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റിൽ എത്ര ഫിക്സഡ് കോസ്റ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. അതെന്താണെന്ന് മനസ്സിലായോ? ക്വാണ്ടിറ്റി ഒന്നാവുമ്പോൾ നമുക്ക് എത്ര യൂണിറ്റ് കിട്ടും, മനസ്സിലായോ? ഒരു യൂണിറ്റ് ക്വാണ്ടിറ്റി ഒന്നാവുമ്പോൾ എത്ര ഫിക്സഡ് കോസ്റ്റ് ഉണ്ടെന്ന് നോക്കുക, അതായിരിക്കും നമ്മുടെ ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. അതേപോലെ തന്നെയാണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി. അവിടെ ക്വാണ്ടിറ്റി ഒന്നാവുമ്പോൾ യൂണിറ്റ് എപ്പോഴാണോ ഒരു യൂണിറ്റ് ക്വാണ്ടിറ്റി എത്ര എണ്ണം ഉണ്ടാവും, അപ്പൊ അതാണ് ടോട്ടൽ വേരിയബിൾ. ഓക്കെ, ഒരു യൂണിറ്റില് നമുക്ക് എത്ര ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവും, അതാണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, ഇനി ആവറേജ് ടോട്ടൽ കോസ്റ്റ് ഉണ്ട്. ആവറേജ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ബൈ ക്വാണ്ടിറ്റി ആണ്.
ടോട്ടൽ കോസ്റ്റിനെ നമുക്ക് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആക്കാം. അങ്ങനെ വെക്കുമ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്യൂ. അതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ബൈ ക്യൂ പ്ലസ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ബൈ ക്യൂ. ക്യൂവും ക്യൂ ഒന്നാണെങ്കിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ടോട്ടൽ കോസ്റ്റ്. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് ഡൗട്ട് സെക്ഷനിലേക്ക് കിടക്കാം. ഇതിന് കുറച്ച് തരാം. ഈ ചാപ്റ്റർ വലുതാണ്, വേഗം വേഗം പോകും കേട്ടോ. ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ വേഗം വേഗം പറഞ്ഞു പോകും. വേഗം ഡൗട്ട് ചോദിച്ചോ. ഡൗട്ട് സെക്ഷൻ ആണ്. ആർക്കെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യാം, വേഗം ഹാൻഡ് റൈസ് ചെയ്യാം. ഇത് വേഗം ഡൗട്ട് സെക്ഷൻ ആണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? ഡൗട്ട്സ്? ഞാൻ ഒരു മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്യൂ. അൺമ്യൂട്ട് ചെയ്യൂ. ഗാലക്സി A31. ഹലോ മിസ്. പറയൂ. എക്സ്പാൻഷൻ പാത്ത് ഉണ്ടല്ലോ, ആ കാര്യം ഒന്ന് പറയോ? ഗ്രാഫ് പേജ് നമ്പർ 71. ആ ഗ്രാഫിൽ ജസ്റ്റ് അത് മാത്രം എഴുതിയാൽ മതിയോ നമ്മൾ എഴുതുന്ന സമയത്ത്? അത് മാത്രം എഴുതിയാൽ മതി. ആ ഗ്രാഫിൽ പറഞ്ഞ കാര്യം എഴുതിയാൽ മതി, അത്രേ ഉള്ളൂ. അതത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ താങ്ക് യു മിസ്. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? റിലേഷൻഷിപ്പിനോടെ പറയാമോ? കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ്. കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല. അതായത് നമ്മളുടെ റോ മെറ്റീരിയൽസ് കൊടുക്കുമ്പോൾ ആ റോ മെറ്റീരിയൽസിലുള്ള പ്രൈസിന്റെ വേരിയേഷൻസ് കൊണ്ട് കോസ്റ്റ് ഔട്ട്പുട്ടിന്റെ ചേഞ്ച് വരാം. അതായത് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി കൂടാൻ കുറയാം. അതേപോലെ റോ മെറ്റീരിയൽസിന്റെ പ്രൈസ് കുറയുമ്പോൾ കോസ്റ്റ് ഓഫ് അത് വേരിയേഷൻസ് വരുന്ന റിലേഷൻഷിപ്പ് ആണ് കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. All subject to change. Any doubts? Okay, doubts എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നാളെ ഇതേ സമയം ഐ എം ലിവിംഗ് ദ റൂം റൈറ്റ് നൗ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഹാൻഡ് റൈസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഐ തിങ്ക് ഇറ്റ്സ് ഓൾ സോർട്ടഡ് ഔട്ട് അല്ലേ? ഓക്കെ, ദെൻ നാളെ കാണാം 8:30 സെയിം ടൈം. ഐ എം ലിവിംഗ്.